ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രേയാസ് പാരഡൈസ്. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻകറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മളൊരു ചട്ടി എടുത്ത് വെക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു കുഞ്ഞു നുള്ളു മതിയേ. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കണം, കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് എണ്ണയിലൊന്ന് മുങ്ങി വരണമല്ലോ, അപ്പോൾ ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മൾ എന്തെടുക്കണം, കുറച്ചൊരു പ്ലേറ്റിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവിൽ നിങ്ങൾ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ നോക്കുമ്പോൾ നമ്മുടെ എണ്ണ ഇത് നന്നായിട്ടായി വരുന്നുണ്ട്. ആ ഒരു ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ അതിലേക്ക് മുങ്ങി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. കണ്ടോ, അതിലേക്ക് നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം കരിയാൻ പാടില്ല, ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇളക്കി അതിന് മൊത്തം യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പുനീരിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി നമ്മൾ അതിലേക്ക് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ആ ഒരു ഗ്രേവി ആയിട്ട് യോജിപ്പിച്ചതിന് ശേഷമേ ബാക്കി വെള്ളം ഒഴിക്കാവുള്ളൂ. നിങ്ങളുടെ മീൻ എത്രയുണ്ടോ അത്ര രീതിയിൽ നിങ്ങൾ വെള്ളം എടുക്കാവുള്ളൂ കേട്ടോ. അത് കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു ഗ്രേവി ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒരു തരി പോലും മുളകുകളോ അല്ലെങ്കിൽ കട്ടിയായിട്ട് ഇരിക്കാൻ പാടില്ല. then നമ്മളതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടോ നന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണേ. നോക്കൂ, നമ്മുടെ മീൻ അങ്ങനെ അതിലേക്ക് വീണു, ആ ഒരു ഗ്രേവിയിലേക്ക് വീണു. അപ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുകയാണ്. കുറച്ച് നല്ല രീതിക്ക് നല്ല കുറുകി വരണം നമ്മുടെ മീൻകറി. അതുകൊണ്ട് കുറുകി വരണം കൊണ്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് നമ്മുടെ മീൻകറി. നമ്മുടെ മീൻകറി നിങ്ങൾ തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി കിട്ടണം. അപ്പോൾ കണ്ടോ, നമ്മുടെ തിളച്ച് വരുന്ന മീൻകറിയുടെ ആവി എന്ത് സ്മെല്ലാണല്ലേ. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.